Hi friends, എല്ലാവർക്കും ഇംഗ്ലീഷ് ഗുരു ക്യാമ്പസിന്റെ IELTS ലേണിംഗ് സീരീസിലേക്ക് സ്വാഗതം. റൈറ്റിംഗ് ഈസ് നമ്മളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ടാസ്ക് ആണ് അല്ലേ? ഓക്കെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് എ ബിഗ് ഡീൽ. അപ്പോൾ ഈ റൈറ്റിംഗിൽ നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് 9 ബാൻഡ് സ്കോർ ചെയ്യാൻ പറ്റും. അതിനുള്ള ചില കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ പറയാൻ പോകുന്നത്. പ്രധാനമായിട്ടും നിങ്ങൾക്ക് IELTS ബിഗിനേഴ്സ് ആണെങ്കിൽ ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ തരാം. IELTSലെ റൈറ്റിംഗ് എന്ന് പറയുന്നത് അക്കാഡമിക് ആൻഡ് ജനറൽ, ഇതിൽ രണ്ടും ഡിഫറെൻ്റ് ആണ്. ടാസ്ക് 1, ടാസ്ക് 2 എന്നിങ്ങനെ 2 ടാസ്കുകളാണ് നമുക്ക് ഉണ്ടാവുക. നിങ്ങൾ ജനറൽ ട്രെയിനിങ് ആണ് എടുക്കുന്നത് എങ്കിൽ ടാസ്ക് 1 ലെറ്റർ റൈറ്റിംഗ് ആണ്. അക്കാഡമിക്സ് ആണെങ്കിൽ ടാസ്ക് 1 നിങ്ങൾക്ക് വരിക റിപ്പോർട്ട്സ് ആണ്. ബാർ ഗ്രാഫ്സ്, ലൈൻ ഗ്രാഫ്, സ്റ്റാക്ക് ബാർ ഗ്രാഫ് പോലെയുള്ള സംഭവങ്ങളാണ് നമുക്ക് ലഭിക്കുക. ഓക്കെ, ഇനി ടാസ്ക് 2ലേക്ക് വരികയാണെങ്കിൽ അക്കാഡമിക്സ് ആയാലും ജനറൽ ആയാലും സെയിം തന്നെയാണ് എസ്സേ. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളിൽ നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ചില മണ്ടത്തരങ്ങൾ പറ്റി പോകാറുണ്ട്. ആ കാര്യങ്ങൾ നമുക്ക് ഒഴിവാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റും. അതിന് പറ്റിയ ചില പോയിന്റ്സുകളാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. പോയിന്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് പോയിന്റ് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ എല്ലാ ആളുകൾക്കും ക്വസ്റ്റ്യൻ പേപ്പറിൽ നോട്ട്സ് എഴുതാൻ പാടുണ്ടോ എന്നുള്ളൊരു സംശയം ഉണ്ടാവാറുണ്ട്. ഓക്കെ, അതിന് ഒരു സംശയത്തിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് നോട്ട്സ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് എന്ന് വെച്ചാൽ നിങ്ങളുടെ എസ്സേ അല്ലെങ്കിൽ ടാസ്ക് 1 സ്ട്രക്ചർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നോട്ട്സ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ എഴുതാം. സ്ട്രക്ചർ ചെയ്തിട്ട് അല്ലാണ്ട് ഒരിക്കലും നിങ്ങൾ റൈറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യരുത്. അത് എസ്സേ ആണെങ്കിലും ടാസ്ക് 1 ആണെങ്കിലും, എസ്പെഷ്യലി ടാസ്ക് 1 നിങ്ങൾ തീർച്ചയായിട്ടും അധികം ടൈം സ്പെൻഡ് ചെയ്യരുത്. ഓക്കെ, കാരണം ടാസ്ക് 2 നിങ്ങൾക്ക് കൂടുതൽ വേർഡ്സ് ഉണ്ടാവുക. ടാസ്ക് 1 നമ്മൾ ജനറൽ ആയാലും അക്കാഡമിക് ആയാലും 150 വേർഡ്സ് ആണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, അത് എസ്സേയിലേക്ക് വരുന്ന സമയത്ത് 250 വേർഡ്സ്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം കൂടുതൽ ടൈം വേണ്ടത് എസ്സേക്കാണ്. എസ്സേ അത് മാത്രമല്ല, ടാസ്ക് 1 ആവുന്ന സമയത്ത് ജനറൽ അക്കാഡമിക് അതിൽ ഏതൊക്കെയാണ് വരിക എന്നുള്ളത് ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് പറഞ്ഞു തന്നു, സ്പെസിഫിക് ആണ്. പക്ഷേ എസ്സേയിലേക്ക് വരുന്ന സമയത്ത് അങ്ങനെയല്ല, ഏത് കാര്യം വേണമെങ്കിലും നിങ്ങളോട് ചോദിക്കാം. അപ്പോൾ അതിനനുസരിച്ച് വേണം നിങ്ങൾ സ്ട്രക്ചർ ചെയ്യാൻ. അതിനുശേഷം മാത്രമേ നിങ്ങൾ എഴുത്ത് തുടങ്ങാൻ പാടുള്ളൂ. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ ആദ്യം പഠിക്കണം, എന്തിനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഡിസ്ട്രാക്ഷൻ വരുന്ന രീതിയിലായിരിക്കാം ചിലപ്പോൾ ക്വസ്റ്റ്യനുള്ളത്. അതുകൊണ്ട് ക്വസ്റ്റ്യൻ പഠിച്ചതിന് ശേഷം മാത്രം നമ്മൾ എഴുത്ത് ആരംഭിക്കാം. റൈറ്റിംഗിൽ നമുക്ക് വരുന്ന മറ്റൊരു പ്രവണത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ടാസ്ക് 2 അറ്റംപ്റ്റ് ചെയ്യും. ഓക്കെ, ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ പേഴ്സണലി റെക്കമെൻഡ് ചെയ്യാത്തൊരു സംഭവമാണ്. കാരണം ടാസ്ക് 1 ഈസ് കമ്പാരിറ്റീവ്ലി ഈസി. അതുകൊണ്ട് ടാസ്ക് 1 ആദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഒരു പ്രത്യേക ടൈം ലിമിറ്റ് വയ്ക്കുക. 20 മിനിറ്റ്സിൽ കൂടുതൽ നമ്മൾ അതിൽ സ്പെൻഡ് ചെയ്യില്ല എന്നുള്ളത്. അതിന് ഏറ്റവും കൂടുതൽ നല്ലത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മോഡൽ ആൻസേഴ്സ് വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യുക. അത് അതേപടി തന്നെ കോപ്പി ചെയ്യുക. അതിലുള്ള ലെക്സിക്കൽ റിസോഴ്സസ് നിങ്ങൾ തീർച്ചയായിട്ടും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ 20 മിനിറ്റ്സ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ ടാസ്ക് 2ലേക്ക് കിടക്കാം. ടാസ്ക് 2 എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് തീർക്കാനും പറ്റും. മാത്രവുമല്ല, അതിലൊരു അഡ്വാൻറ്റേജ് ഉള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ടൈമിനെ കുറിച്ച് ബോധപ്പെടേണ്ട ആവശ്യം അപ്പോൾ ഉണ്ടാവില്ല. ഓക്കെ, ടാസ്ക് 1 മാത്രം നമ്മൾ ടൈമിന് ജസ്റ്റ് കാര്യങ്ങൾ കൊടുക്കുക. പക്ഷേ ടാസ്ക് 1 നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം അധികം ടൈം ആവശ്യമില്ലാത്തൊരു സംഭവമാണ് ടാസ്ക് 1 എന്ന് പറയുന്നത്. അപ്പോൾ ടാസ്ക് 2ലേക്ക് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് കിടക്കാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് കിടക്കുക. ടാസ്ക് 2 എഴുതി തുടങ്ങുക. ദെൻ ഡോണ്ട് ബോദർ അബൌട്ട് ടൈമിംഗ്. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം അറ്റൻഡ് ചെയ്യുന്ന കൂടുതൽ ആളുകൾ എന്നോട് ചോദിച്ചിട്ടുള്ളൊരു കാര്യമാണ്, നമ്മളൊരു ആൻസർ അഥവാ നമ്മൾ ഏതെങ്കിലും രീതിയിൽ ഡിലീറ്റ് ആയി പോയാൽ നമ്മളത് വീണ്ടും എഴുതണ്ടേ എന്നുള്ള ഒരു ആശങ്ക പറയാറുണ്ട്. പക്ഷേ അതിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ആകുമ്പോൾ അത് ഒന്നുകൂടെ ഈസിയാണ്. നിങ്ങൾക്ക് നല്ല ടൈപ്പിംഗ് സ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം എടുക്കാം. മാത്രവുമല്ല, എന്തെങ്കിലും ഒരു കാരണത്താൽ നിങ്ങൾ ബാക്ക് സ്പേസ് ആവുകയോ ഡിലീറ്റ് ആയി പോവുകയോ ചെയ്താൽ പേടിക്കാനില്ല. Ctrl+Z, ഓക്കെ, അൺഡു ഓപ്ഷൻ നിങ്ങൾ ഉപയോഗിക്കുക. എന്നിട്ട് അത് അപ്പോൾ അൺഡു ഓപ്ഷൻ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ എന്താ സംഭവിക്കുക എന്നുള്ളത്. എന്തായിരുന്നു ഇതിന് മുന്നേ ഉള്ള സ്റ്റേജ് അതേപോലെ തന്നെ വരും. ടെക്സ്റ്റുകൾ ഡിലീറ്റ് ആയിപ്പോണ്ടെങ്കിൽ ടെക്സ്റ്റുകൾ തിരിച്ച് തന്നെ വരും. അതുകൊണ്ട് അതിനെക്കുറിച്ച് ബോധേടാവരുത്. ടാസ്ക് 1 ആയാലും ടാസ്ക് 2 ആയാലും, എസ്പെഷ്യലി ടാസ്ക് 2 നമുക്ക് പാരഫ്രേസിംഗ് ഉണ്ടല്ലേ ഇൻട്രൊഡക്ഷനിലേക്ക് വരുന്ന സമയത്ത്. അപ്പോൾ ഇൻട്രൊഡക്ഷനിൽ പാരഫ്രേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കീവേഡ്സ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഹൈലൈറ്റ് ചെയ്യുകയാണ് എങ്കിൽ നമുക്ക് ഒന്നുകൂടെ എളുപ്പത്തിൽ വളരെ ഈസി ആയിട്ട് നമ്മുടെ എസ്സേ സ്ട്രക്ചർ ചെയ്യാൻ പറ്റും. ഇനി പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വേർഡ് കൗണ്ട്. വേർഡ് കൗണ്ട് എല്ലാ ആളുകൾക്കും ഒരു എന്താ പറയുക, ഒരു എത്തും പിടിയില്ലാത്തൊരു സംഭവമായിരിക്കും അല്ലേ. 150 വേർഡ്സ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, 250 വേർഡ്സ് പറയുമ്പോൾ എങ്ങനെയാണെന്നുള്ളത്. അതായത് നമ്മുടെ റൈറ്റിങ്ങിനെ കുറിച്ച് തന്നെ നമുക്ക് നല്ലൊരു ബോധം ഉണ്ടായിരിക്കണം.
നമ്മളൊരു ലൈനിൽ എത്ര വേർഡ്സ് ആണ് എഴുതുന്നത്. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ അത് എത്ര ലൈന് നമ്മൾ എഴുതിയിട്ടുണ്ട് എന്നുള്ള രീതിയിൽ നമുക്കൊരു നിഗമനത്തിൽ എത്താൻ സാധിക്കും. മാത്രവുമല്ല 150 അറൗണ്ട് ആയിട്ട് നിങ്ങൾ ഒരിക്കലും എഴുതരുത്. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ നമുക്ക് ടെൻഷൻ ആയിരിക്കും. ടാസ്ക് 2 തുടങ്ങിയിട്ടുണ്ടാവും, അപ്പോഴായിരിക്കും നമ്മൾ ആലോചിക്കുക അയ്യോ ടാസ്ക് 1 150 വേർഡ്സ് ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ അത് ഡിസ്ട്രാക്ഷൻ ചാൻസ് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് എപ്പോഴും 150 ആണ് എങ്കിൽ, ഇപ്പോൾ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 149 വേർഡ്സ് ആണ് നിങ്ങൾ എഴുതുന്നത് എങ്കിൽ നിങ്ങൾക്ക് എസ്സേക്ക് ഒന്നും കിട്ടില്ല. ഓക്കെ, അപ്പോൾ ഒരു 170-180 വേർഡ്സ് നിങ്ങൾ ഒരു മിനിമൽ വേർഡായിട്ട് നിങ്ങളുടെ മനസ്സിൽ കരുതുക. എന്നിട്ട് അതിനനുസരിച്ച് നിങ്ങൾ ടാസ്ക് 1 പ്രാക്ടീസ് ചെയ്യുക. അതേപോലെ തന്നെ എസ്സേയിലേക്ക് വരുന്ന സമയത്ത് 250 വേർഡ്സ് ആണെങ്കിൽ 280 അല്ലെങ്കിൽ 270 വേർഡ്സിന് കണ്ടിട്ട് നിങ്ങൾ എഴുതുക, അതിനനുസരിച്ച് സ്ട്രക്ചർ ചെയ്യുക.